പാർവതി ഇപ്പൊ എഴുന്നേറ്റിട്ടുണ്ടാവോ? രാവിലെ ചെന്ന് അവരുടെ ആദ്യരാത്രിയുടെ വിശേഷങ്ങൾ അവളോട് ചോദിക്കുന്നത് മോശമാവില്ലേ? അല്ല, നമ്മുടെ പാർവതിയല്ലേ, ചോദിച്ചേക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. വാ. അല്ല, നിങ്ങൾക്കിത് എന്തു പറ്റി? ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടും നിങ്ങൾ തിരികെ വിഷയത്തെ എന്താ? എന്താ രണ്ടുപേരുടെ ഉറക്കമൊന്നും ശരിയായില്ലേ? ജാസ്മിൻ ഏതായാലും ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാ. ഇന്നലെ രാത്രി മുതൽ നീ എന്നെ കുത്തി സംസാരിക്കാൻ തുടങ്ങിയതാ. എന്നിട്ട് അത് കേട്ടിട്ടേ ഞാൻ കേൾക്കാത്ത മട്ടില് നിന്നേ ഉള്ളൂ. പക്ഷേ ഇനിയും നിനക്കിതിന് മറുപടി തന്നില്ലെങ്കിലേ അത് ശരിയാവില്ല. എന്തു പറ്റി ജാസ്മിൻ? ഉറക്കം നഷ്ടപ്പെട്ട് നിനക്ക് ഭ്രാന്തായോ? ഗാർഗി, നീ വെറുതെ ജാസ്മിനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. അല്ല, ജാസ്മിൻ എന്നോട് കൊമ്പ് കോർക്കാൻ വരുമ്പോ ഞാൻ മിണ്ടാതങ്ങ് നിൽക്കാം. നീയല്ലേ വടി കൊടുത്ത് അടിമേടിക്കാൻ നിന്നത്? ജാസ്മിൻ ഇന്നലെ രാത്രി ഉറങ്ങിക്കാണില്ലെന്നേ ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല. ഇന്നലെ ജാസ്മിൻ ഉറങ്ങാതെ എന്തൊക്കെയോ ചിന്തിച്ച് ഉഴറി നടക്കുന്നത് ഞാൻ കണ്ടതാ. ജാസ്മിനെ, നീ സത്യം പറയ്, ഇന്നലെ രാത്രി നീ ഉറങ്ങിയോ? ഡീ, ഞാൻ വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ നീ കേട്ടിട്ട് അടങ്ങുമല്ലേ? നീ എന്നെ എന്ത് പറയാനാ ജാസ്മിൻ? നടക്കാത്ത കല്യാണവും സ്വപ്നം കണ്ട് കഴിയുന്ന നീ പറയുന്നതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നേ ഇല്ല. എടി, സഹിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. എന്നെ ഇങ്ങനെ കളിയാക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? ഞാൻ ആഗ്രഹിക്കുന്ന വിവാഹം തന്നെ നടക്കും. അത് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ. എന്നെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം, എന്നെ കളിയാക്കി ഉപദേശിക്കുന്നതിനും പകരം നീ നിന്റെ കുടുംബജീവിതത്തെ കുറിച്ച് ചിന്തിക്കേ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം കുറെ ആയില്ല. എന്നിട്ട് എന്താ പ്രയോജനം? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗ നിനക്കുണ്ടായോ? അതെങ്ങനെയാ ഇവക്ക് കുട്ടികളുണ്ടാവുന്നത്? ഇവളുടെ ഭർത്താവ് എവിടെയാ പോകുന്നതെന്ന് ഇവൾക്കും അറിയില്ല, ഇവളെവിടെയാ പോകുന്നതെന്ന് അവനും അറിയില്ല. അങ്ങനെയുള്ളവർക്കേ എവിടെ കുട്ടികളുണ്ടാവാനാ? എന്താടി, നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ? നിന്റെ നാവ് താണുപോയോ? നിങ്ങളിപ്പോ പറഞ്ഞതിനുള്ള മറുപടി ഉണ്ടല്ലോ, അത് ഞാൻ തരുന്നില്ല. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഈശ്വരൻ തരും. അയ്യോ, അന്ന് അത് സഹിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടായിരുന്നാ മതി. സുശീലാന്റി, സ്വന്തം ദാമ്പത്യ ജീവിതത്തിൽ കെട്ടറപ്പില്ലാത്തവളാ വിശാലിന്റെയും പാർവതിയുടെയും ആദ്യ രാത്രിക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുത്തത്. എടി, നീ അവരുടെ ആദ്യ രാത്രിക്ക് വേണ്ടി ചെയ്ത ഒരുക്കങ്ങളൊക്കെ പാഴായി പോയെന്നാ തോന്നുന്നേ. അയ്യോ, നീ എന്താ അങ്ങനെ പറഞ്ഞേ? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? വിശാലിന്റെ കാലിലെ കുപ്പിച്ചില്ല് തറച്ചു കേറി. അവനിപ്പോ അതും വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യം ആയില്ലേ ഗാർഗി? അവരുടെ ആദ്യ രാത്രി നടക്കില്ലാന്ന് ഞാൻ പറഞ്ഞു. അത് നടന്ന് കാണില്ല, അതെനിക്ക് ഉറപ്പാ. ഇനി നീ നേരിട്ട് ചെന്ന് പാർവതിയുടെ അടുത്ത് ചോദിച്ചു നോക്ക്. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. നിന്റെ ദൃഷ്ടി കൊണ്ടാ ഇതെല്ലാം ഇവിടെ സംഭവിച്ചത്. നീ സന്തോഷിക്കും. മോനെ വിശാലെ, നല്ല വേദനയുണ്ടോടാ? ഏയ് സാരമില്ല, ചെറിയൊരു വേദനയുണ്ട്, അത് സഹിക്കാവുന്നതേ ഉള്ളൂ. ശോ, എന്നാലും വലിയ കഷ്ടമായി പോയല്ലോടാ. ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നീ എന്താ എന്നെ വിളിക്കാതിരുന്നത് മോനെ? അതിന് മാത്രം വലിയ മുറിവൊന്നും അല്ലല്ലോ അമ്മേത്. ഇത് വെറും നിസ്സാരമായൊരു മുറിവല്ലേ. നിസ്സാരമായ മുറിവോ? നിനക്ക് ശരിക്കും കാല് തറയെ കുത്തി നടക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണോ നിസ്സാര മുറിവ്? ചേച്ചി, ഇത് നല്ല മുറിവ് തന്നെയാണെന്നാ തോന്നുന്നേ. അവന് നല്ല വേദനയുണ്ട്. അതൊന്നും ഇവൻ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ.
എനിക്കങ്ങനെ തോന്നുന്നേ. ആണോടാ? നീ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ ചെറിയ മുറിവെന്ന് പറയുന്നത്? ഇല്ലമ്മേ, സത്യമായിട്ടും ചെറിയ മുറിവേ ഉള്ളൂ. എന്നാ നീ ആ കാലൊന്ന് നീട്ടിക്കേ. വേണ്ടമ്മേ. കാണിക്ക്. ഇത് ചെറിയ മുറിവ് തന്നെയാ അമ്മേ. പിന്നെ കുപ്പിച്ചില്ല ഇത്തിരി ആഴത്തിൽ കയറി, അത്രേ ഉള്ളൂ. എന്നിട്ടാണോ നീ ഇതും വെച്ചോണ്ടിരിക്കുന്നേ? അല്ല മോനെ, കുപ്പിച്ചിലിന്റെ അവശിഷ്ടം വല്ലതും മുറിവിനകത്തുണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ മുറിവ് പഴുക്കും. വിശാലെ, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോ. മോനെ, ഇത് ഹോസ്പിറ്റലിൽ കാണിച്ചാലേ എനിക്ക് സമാധാനാവൂ. വാ മോനെ. എടാ, ഹോസ്പിറ്റലിൽ കാണിക്കണ്ടേ? ചെല്ല്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ ഈ മുറിവങ്ങ് ഉണങ്ങും. എന്നാലും എന്റെ മോന് ഇങ്ങനെ ഒരു മുറിവ് പറ്റിയല്ലോ. പ്രഭാവതി എന്തിനാ ഇങ്ങനെ കരയുന്നേ? അത്രയ്ക്ക് വലിയ മുറിവാണോ ബ്രോയ്ക്ക് പറ്റിയത്? ഏയ്, അമ്മ കരയാതിരിക്ക്. ഇതൊരു ചെറിയ മുറിവല്ലേ അമ്മേ, അതിനെന്തിനാ ഇത്രയ്ക്ക് വിഷമിക്കുന്നത്? ബ്രോ, ആകെ സീനായി പോയല്ലേ? സുശീലാന്റെയും ജാസ്മിനും പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഗാർഗി, ഇതൊരു ചെറിയ സീനാ, പക്ഷേ എല്ലാരും കൂടെ ചേർന്നേ ഇതിനെ ഒരു വലിയ സീനാക്കി മാറ്റിയിരിക്കുക. ഇവനെല്ലാം തമാശയാ. എടാ, ഇത് കണ്ടാ ഞങ്ങൾക്ക് പിന്നെ സങ്കടമാവില്ലേ? അയ്യോ എൻ്റെ അമ്മേ, അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കുക. ശ്ശോ. മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയാ ഈ അമ്മയ്ക്കത് വലിയ ടെൻഷനാടാ. മുറിവ് ചെറുതാണെന്ന് കരുതി നീ ഇത് കെയർ ചെയ്യാതിരിക്കരുത്. അമ്മ ഇതൊരുമാതിരി കൊച്ചുകുട്ടികളോട് പറയുന്ന പോലെയാണല്ലോ എന്നോട് പറയുന്നത്. അതേടാ, നീ കൊച്ചുകുട്ടി തന്നെയാ. നീ എത്ര വളർന്നാലും ഈ അമ്മയ്ക്ക് എന്നും നീ കൊച്ചുകുട്ടി തന്നെയാ. ഈ അമ്മ ഇത്തിരി ഓവറാണല്ലോ. ഇതിനെല്ലാം കാരണം നീ ഒറ്റ ഒരുത്തിയാ. ഇന്നലെ തന്നെ ആദ്യരാത്രി നടത്തണമെന്ന് നിനക്ക് എന്തായിരുന്നു ഇത്ര ധൃതി? അല്ലമ്മ, ഞാൻ സമയവും കാലവും നോക്കാതെ വാശിയുടെ പുറത്ത് ആദ്യരാത്രി നടത്തിയതുകൊണ്ടാ വിശാലിന് ഈ മുറിവുണ്ടായത്. നിങ്ങളുടെ ആദ്യരാത്രി മുടങ്ങിയതും. അമ്മേ പ്ലീസ്, വെറുതെ അമ്മ പാർവതിയെ കുറ്റപ്പെടുത്തരുത്. എന്റെ അശ്രദ്ധ കൊണ്ടാ എന്റെ കാലിൽ കുപ്പിച്ചില് കൊണ്ടത്. അതിനെ പാർവതി എന്ത് ചെയ്തു? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ദിവസവും മുഹൂർത്തവും നോക്കി ചെയ്യേണ്ട കാര്യമല്ലായിരുന്നോ? പ്രഭാവതി, നിർത്ത്. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതിൻ്റെ പേരിൽ പാർവതിയെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ തന്നെ പാർവതിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവരിന്ന് ഇന്നലെയൊന്നല്ല വിവാഹം കഴിച്ചത്. 1 വർഷം കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ ആദ്യ രാത്രിക്ക് തയ്യാറായതിനെ ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതുകൊണ്ട് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിയേക്ക്. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ആലോചിക്കുന്നത് ഇവൻ ഇനി ഈ കാലം കൊണ്ട് എങ്ങനെ ഓഫീസിൽ പോവാനാന്നാ. എന്തായാലും റെസ്റ്റ് എടുത്തേ മതിയാവും.
ശോ, ഇതിനിടെ പുതിയ പ്രോജക്റ്റിന് സൈൻ ചെയ്യുകയും ചെയ്തല്ലോ. അതിനി ആര് നോക്കും? ആ ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ റെസ്റ്റ് എടുത്തോ. പുതിയ പ്രോജക്റ്റ് ഞാൻ നോക്കിക്കോളാം. ഏയ് വേണ്ട വേണ്ട, ആ എന്തു പറ്റി? അമ്മ ബുദ്ധിമുട്ടണ്ട. പുതിയ പ്രൊജക്ടിന്റെ കാര്യങ്ങളൊക്കെ പാർവതി നോക്കിക്കോളും. ഞാനോ? അതെ, ആ പ്രൊജക്റ്റ് താൻ നോക്കിയാ മതി. അതിന് ആ പ്രോജക്റ്റ് നോക്കാൻ മാത്രം ഇവൾക്ക് എന്തറിയാം? അക്കാര്യത്തില് അമ്മയ്ക്ക് ടെൻഷൻ വേണ്ട. ആ പ്രൊജക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇവിടെ ഇരുന്ന് ഞാൻ പാർവതിയെ പഠിപ്പിച്ചോളാം. എന്താ പാർവതി, ഞാൻ പഠിപ്പിച്ചെന്നാ നിനക്ക് ആ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലേ? വിശാൽ സാർ കൂടെ ഉണ്ടെങ്കിൽ ഞാനത് നോക്കിക്കോളാം. സൂപ്പർ. എന്താ മോളെ, ഇന്നലെ രാത്രി ശരിക്കും എന്താ ഉണ്ടായത്? നീ അത് എന്നോട് പറയ. അവനോട് ചോദിച്ചാ അവനൊന്നും വ്യക്തമായിട്ട് എന്നോട് പറയില്ല. അതുകൊണ്ടാ നിന്നോട് ചോദിക്കുന്നത്. നീ എങ്കിലും പറയും, എന്താ മോളെ ശരിക്കും സംഭവിച്ചേ? അതറിയാതെ അമ്മയ്ക്ക് ഒരു മനസമാധാനവും ഇല്ല. കുറച്ചു മുമ്പ് വിഷമം സഹിക്കാനാവാത്തതുകൊണ്ടാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയത്. അതൊന്നും നീ മനസ്സിൽ വെച്ചേക്കരുത്. അയ്യോ, അതൊന്നും സാരമില്ലമ്മേ. അതൊക്കെ അപ്പൊ തന്നെ ഞാൻ മറന്നു. എന്നാ പറയുമോളെ, അവന്റെ കാലില് എങ്ങനെയാ കുപ്പിച്ചില് കൊണ്ടത്? ഞാൻ ഇന്നലെ പാലെടുത്ത് വിശാൽ സാറിന് കൊടുക്കുന്നതിനിടയിൽ ആ പാൽ ഗ്ലാസ് എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോ ഞാൻ ബോധമറ്റ് നിലത്ത് വീഴാൻ പോവുകയും ചെയ്തു. അതുകണ്ട് വിശാൽ സാറ് പെട്ടെന്ന് എന്നെ നിലത്ത് വീഴാതെ താങ്ങി പിടിച്ചതായിരുന്നു. എന്നെ പിടിക്കുന്നതിനിടയിൽ വിശാൽ സാറ് നിലത്ത് വീണ കുപ്പിച്ചില് ശ്രദ്ധിച്ചില്ല. അങ്ങനെ അശ്രദ്ധയില്ല വിശാൽ സാറിന്റെ കാലിൽ കുപ്പിച്ചില് കയറിയത്. പക്ഷേ അതൊരു കണക്കിന് നന്നായി എന്ന് ഞാൻ പറയൂ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവന്റെ കാലിൽ കുപ്പിച്ചില് കൊണ്ടത് നല്ല കാര്യമാണോ? ഒരിക്കലും അല്ല. പക്ഷേ ആ പാൽ വിശാൽ സാറ് കുടിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ ആപത്ത് സംഭവിച്ചേനെ. വിശാൽ സാറിന്റെ ജീവൻ തന്നെ അപകടത്തിലായേനെ. പാർവതി, ആ പാലിൽ ആരോ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു അമ്മേ. മോളെ, അത് നിനക്കെങ്ങനെ മനസ്സിലായി? അങ്ങനെ ചോദിച്ചാ എനിക്ക് വ്യക്തമായ ഉത്തരം തരാൻ അറിയില്ല. പക്ഷേ ആ പാലിൽ വിഷം ചേർത്തിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. ഇതുപോലെ തന്നെ ഞാൻ ആദ്യമായി ഈ വീട്ടിൽ വന്നിരുന്ന ദിവസവും വിശാൽ സാറിനെ പാലിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചിരുന്നു. മോനെ വിശാൽ, നീ ഇതുവരെ കുടിച്ചില്ലേ ഇത്? അല്ലെങ്കിൽ തന്നെ ആശുപത്രിയിലൊക്കെ കിടന്നിട്ട് വന്നതല്ലേ? ആരോഗ്യ കാര്യത്തില് നല്ല ശ്രദ്ധ വേണം. ഇനി മോൻ ഈ പാല് കുടിച്ചിട്ട് മതി മറ്റു കാര്യങ്ങള്. ദാ കുടിക്കേ. അമ്മേ, അമ്മയാ പറയുന്നത്. ദാ കുടിക്കേ. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം വിശാൽ സാറിനെ പാലിൽ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിക്കുന്നത്. ആരാ ഇവിടെ വിശാൽ സാറിന്റെ ശത്രു?
അമ്മയ്ക്കതറിയോ? ഇവിടെ ഇവിടെ ആരാ മോളെ ശത്രു? എനിക്കതറിയില്ല മോളെ. അമ്മയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഞാനിപ്പോ ഇവിടെ ആരെയാ മോളെ സംശയിക്കുക? ആരെയായാലും അവരെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച മതിയാവും. കണ്ടുപിടിക്കാം മോളെ. അതാരായാലും നമുക്ക് കണ്ടുപിടിക്കാം. ഏതായാലും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. വിശാൽ സാറിന്റെ ശത്രു ആരാണെന്ന് അറിഞ്ഞാൽ അതാരായാലും അവരെ ഞാൻ വെറുതെ വച്ചേക്കില്ല. അവർക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും. ഇനി ഞാൻ അറിയാതെ ജാസ്മിൻ ആയിരിക്കോ വിശാൽ സാറിനെ പാലിന് വിഷം ചേർത്ത് കൊടുത്തത്? ശരിയമ്മ. ആന്റി, ആന്റി എന്തിനാ എന്നെ തല്ലിയത്? നിനക്ക് ഞാനിവിടെ സ്വാതന്ത്ര്യം തന്നപ്പോ നീ അത് വിശാലിനെ കൊല്ലാനുള്ള ലൈസൻസ് ആക്കി എടുത്തു അല്ലേ? വിശാലിനെ കൊല്ലേ? ആന്റി എന്തൊക്കെ പറയുന്നത്? ജാസ്മിനെ, ദേ നീ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കില്ല. സത്യത്തെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇവിടെ ആരെയും കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല. വിശാലും നീയും തമ്മിലുള്ള വിവാഹം നടത്തിത്തരാമെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവാഹം ഞാൻ നടത്തിയിരിക്കും. പക്ഷേ അത് നടക്കില്ല എന്ന് കരുതി നിരാശ കൊണ്ട് നീ അവനെ കൊല്ലാൻ ശ്രമിച്ചത് ക്രൂരമായി പോയി ജാസ്മിൻ. അതിന് നിനക്ക് ഒരിക്കലും മാപ്പില്ല. ആന്റി, ഞാൻ എങ്ങനെയാ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്? ഡേ, വിശാലിനെ കൊല്ലാൻ ശ്രമിച്ച നീയുമായി ഇനി വിശാലിന് ഒരു വിവാഹബന്ധം വേണോന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആലോചിക്കാനൊന്നുമില്ല പ്രതാപ. ആ വിവാഹം ഇനി നടക്കില്ല. ആന്റി, അവന്റെ ജീവൻ എടുക്കാൻ തുനിഞ്ഞ ഒരുത്തിയെ എന്ത് ധൈര്യത്തിലാ അവന്റെ ഭാര്യയാക്കുന്നത്? ശരി, വേണ്ട. ഞാനും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കണ്ട. നിങ്ങൾ നടത്തി തരണ്ട. ഞാനിനി ആ ആവശ്യമായിട്ട് ഇവിടെ നിൽക്കുന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് വിശാലിനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചത് അത് നിങ്ങൾ പറയണം. എനിക്കത് അറിയണം. അറിഞ്ഞേ തീരൂ. നീ അവനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചില്ലേ? വിഷോ? പൂച്ചെണ്ടില് ഞാൻ വിഷം ചേർത്തത് ഉറക്കോളിയെ നീ എന്തിനു ഉറക്കോളി അവർക്കുള്ള പാല് കലർത്തിയേ? അതെ, എന്റെ ഒരു ഐഡിയ ആയിരുന്നു. ഉറക്ക ഗുളിക കൊടുത്ത് വിശാലിനെയും പാർവതിയും ഉറക്കിക്കിടത്താൻ. അവര് രണ്ടുപേരും ഉറങ്ങിപ്പോയാ പിന്നെ അവർക്കിടയിൽ അരുതാത്തതൊന്നും നടക്കില്ലല്ലോ. എന്താ, എന്റെ ഐഡിയ നല്ലതായിരുന്നില്ലേ? അതൊക്കെയാണ്. നിന്റെ ഐഡിയ നന്നായിട്ടുണ്ട്. അതെ, ഞാൻ രഹസ്യമായി പാലിൽ ഉറക്ക ഗുളിക ചേർത്തത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അത് പാർവതിയിൽ നിന്ന് അറിഞ്ഞത്. നീ പാലില് ഉറക്ക ഗുളിക ചേർക്കുന്നത് പാർവതി എങ്ങനെ കണ്ടിരുന്നോ? അവള് കണ്ടിരുന്നെങ്കിൽ ഇവിടെ കലാപം നടക്കില്ലേ?
പിന്നെന്താ പാലില് വിഷം ചേർത്തിരുന്നുവെന്ന് പാർവതി പറഞ്ഞത്? അവൾക്ക് എങ്ങനെ അങ്ങനെ ഒരു സംശയം വന്നു? ചിലപ്പോ ഗായത്രി ദേവിയുടെ ആത്മാവ് അവളോട് ഈ കാര്യം പറഞ്ഞതാണെങ്കിലോ? ഏതായാലും നീ ചെല്ല്. ആ ജാസ്മിൻ, പിന്നെ ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങള് ഇനിയും ചെയ്യുമ്പോ എന്നോടൊന്ന് ആലോചിച്ചിട്ടേ ചെയ്യാവേ. ചെല്ല്.